നമ്മളുടെ ഏറ്റവും വലിയ അറിയപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയും മലയാളി സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളിന്ന് ചെന്നൈയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. ചെന്നൈയിൽ മലയാളി സാന്നിധ്യം ഉള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന നമ്മുടെ നായർ മെസ്സ്. അപ്പോൾ നമ്മൾ ഊണ് കഴിക്കാൻ വന്നിരുന്ന് കഴിഞ്ഞു. അതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞോണം നമുക്ക് നല്ല രീതിയിൽ മലയാളികൾ കഴിക്കുന്ന പോലെ തന്നെ ഇലയിലാണ് നമുക്ക് ചോറ് വിളമ്പുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് മീൽസും മീൻകറിയുണ്ട്, പിന്നെ മീൽസും മട്ടൻ കറിയുണ്ട്, പിന്നെ മട്ടൻ ബിരിയാണിയുണ്ട്. ഇത് മൂന്നുമാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾ. അത് കാരണം ഞങ്ങൾ അത് മൂന്നും നമ്മൾ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ആൻഡ് സീ. നല്ല ടേസ്റ്റ്ഫുള്ളായിട്ടുള്ളൊരു ഡിഷാണ് നമ്മുടെ ഇവിടുത്തെ മീൻ കറി എന്ന് പറയുന്നത്. മീനിൻ്റെ ആ കറിയാണ് അത് ഇപ്പോൾ അങ്ങോട്ട് ഒഴിക്കുന്നത്. നല്ല അടിപൊളി മീൻ കറി, നല്ല പതുപതാന്നിരിക്കുന്നു പൊളിച്ചെടുക്കുമ്പോൾ. നാരങ്ങാച്ചാറ്, കിഴങ്ങ് മെഴുക്കുപുരട്ടി. നമ്മുടെ നാട്ടിലൊക്കെ കിഴങ്ങ് മെഴുക്കുപുരട്ടി എന്ന് പറയും. ഇവിടെ കിഴങ്ങ് തോരൊന്നുമല്ല ആ കാര്യം പറയുന്നത്. പിന്നെ ഇതും ഒരു മെഴുക്കുപുരട്ടി പരുവത്തിലാണ് ക്യാബേജ് വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. നല്ല ഗ്രേവി. ആ ഗ്രേവി നമ്മുടെ തേങ്ങ അരച്ച് നാട്ടിൽ തേങ്ങ അരച്ച് വെക്കാൻ നടക്കത്ത ഒരു നല്ലൊരു ഗ്രേവിയാണ്. ഇനി നമ്മൾ അടുത്ത ഡിഷ് എന്ന് പറയുന്നത് നമ്മൾ മട്ടനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നല്ല ഫ്രഷ് എന്നായി അടിപൊളി മട്ടൺ. കാബേജ് തോരൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കണക്ക് നല്ല ഈ മുരിഞ്ഞിരിക്കുന്ന ഇതല്ല, അത് കുറച്ച് കുഴമ്പ് ഒരുത്തിരിക്കുന്നത്. അടിപൊളി സൂപ്പർ ഫിഷ് ഫ്രൈ. നല്ല സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് എന്നിട്ട് വേണം എടുക്കാൻ. അത് എന്നിട്ട് ഇങ്ങോട്ട് നുള്ളണം. ഇത്തിരി നുള്ളി ഇതേടാ, ഇതാണ് മീൻ വറുത്തതെന്ന് പറയുന്നത്. അടിപൊളി സാധനമാണ്. അത് ആ സ്ലൈസ് കണ്ടാൽ തീരെ കനം കുറഞ്ഞ് അരിഞ്ഞിട്ട് അത് നല്ല എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ച് ഫ്രഷായിട്ട് കൊണ്ട സാധനമാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. വാ, അത് ഇപ്പോഴും കണ്ടോ അതിനകത്ത് നാം എണ്ണ തിളയ്ക്കുന്നതിൻ്റെ ഇത് മാറിയിട്ടുണ്ട്. ലേശം ചാറുള്ളും ഒഴിച്ചു കൊടുക്കണം. ചാറുള്ള ഒഴിച്ച് കഴിയുമ്പോഴത്തേനുണ്ടാ അതിൻ്റെ പുറത്തോട്ടിട്ട് കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് ആ കഷ്ണം നാരങ്ങയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ദഹനത്തിന് നല്ലതാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ ദഹിക്കരുതുണ്ടോ. ഈ ഫിഷ് എന്ന് പറഞ്ഞത് ഇത്ര സ്ലൈസ് ആയതുകൊണ്ട് നല്ലതായിട്ട് വെന്ത് നല്ല പാവമായിട്ടുണ്ട്. അതുകൊണ്ട് പാകത്തിനായതുകൊണ്ട് നമുക്ക് തിന്നാനൊരു പ്രത്യേക ടേസ്റ്റാണ്. അടിപൊളി.